കുറച്ച് മുമ്പേ ചെറിയൊരു വഴക്കുണ്ടായി. ഷാനവാസ് വെസൽ കഴുകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടീംമേറ്റ്സ് എല്ലാവരും കൂടി ഷാനവാസിൻ്റെ തലയിൽ കയറാനൊരു ശ്രമം നടത്തി. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ഹോട്ടൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഷാനവാസ് ഹൗസ് കീപ്പിംഗ് റോളാണ് ചെയ്യേണ്ടത്. അതായത് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുക, ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്, നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ടീം ഡിവൈഡ് ചെയ്ത സമയത്ത് വെസൽ ടീമിലായിരുന്നു ഷാനവാസ്. അപ്പോൾ നമ്മൾ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ശരിക്കും പറഞ്ഞാൽ വെസൽ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കിച്ചൺ ടീമിലുള്ള അഭിലാഷാണ് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ ഷാനവാസും അനീഷും ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഓൾറെഡി ഈ ടീമിലുള്ള മെമ്പേഴ്സ് ഇവിടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബാത്റൂം ക്ലീൻ ചെയ്യേണ്ട ടീം അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അഭിലാഷും നൂറയും കൂടെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ചെയ്യാതെ അങ്ങ് സ്കൂട്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യേണ്ട ഒരു 3-4 ആൾക്കാർ കൂടി ചെയ്യേണ്ട ഫ്ലോറാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത്, അനീഷും ഷാനവാസും. അപ്പോൾ അവരും ഈ ഗ്യാപ്പിൽ അങ്ങ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഷാനവാസും അനീഷും ചെയ്യണം എന്നുള്ള രീതിയിൽ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഹൗസ് കീപ്പിങ്ങും ചെയ്യണം, വെസലും ചെയ്യണം എന്നുള്ളൊരു രീതി അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇവരിവിടെ കിടന്ന് പട്ടിപ്പണി ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഉലാത്തി നടക്കുക, അതത്ര ശരിയായി ഏർപ്പെടാൻ തോന്നുന്നില്ല. സാധാരണ പൊതുവെ പ്രീവിയസ് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്കിലൊക്കെ പറയുന്ന ടാസ്ക് ചെയ്താൽ മതി. അല്ലാതെ മുമ്പ് ക്യാപ്റ്റനായി ഡിവൈഡ് ചെയ്ത സമയത്തുള്ള ടീമായി ഡിവൈഡ് ചെയ്ത സമയത്തുള്ള ടാസ്ക് അന്നേരം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അനു മാനേജറല്ലേ, അനു കിച്ചണിൽ കയറി ഓരോന്നുണ്ടാക്കുന്നു, കൊടുക്കുന്നു, കിച്ചൺ ക്യാപ്റ്റൻ്റെ റോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് എന്ത് കിച്ചൺ ക്യാപ്റ്റൻ വന്നിരിക്കുന്നു? ഇവരൊക്കെ എന്താ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തെടുത്ത് ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ തലമണ്ട നോക്കി ഒന്ന് കൊടുക്കണം എന്നാണ് പറയാനുള്ളത്.